കീപ്പിംഗ് ഓഫ് ദി ഗുഡ് ഫൈറ്റ്. പ്രബീറിനോട് ഞങ്ങൾക്കും പറയാനുള്ളത് അതാണ്. രാജ്യത്തിന് ആവശ്യമാണ് ന്യൂസ് ക്ലിക്കിനെ പോലെ മാധ്യമ സ്ഥാപനങ്ങൾ. ദേശീയ മാധ്യമങ്ങൾ ഗോദി മീഡിയയായി മാറിയ കാലത്ത് കർഷക സമരത്തെയൊക്കെ ഏറ്റവും ശക്തമായി അടയാളപ്പെടുത്തി ഏറ്റവും ശക്തമായ റിപ്പോർട്ടുകളിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ എല്ലാമാണ് പ്രബീർ പുർക്കായസ്ഥ. നമുക്കറിയാം പടിഞ്ഞാറൻ യു പിയിൽ, മനു അതുകൂടി ഒന്ന് വേഗത്തിൽ, പടിഞ്ഞാറൻ യു പിയിൽ 2013 വലിയ വർഗീയ കലാപത്തെ തുടർന്ന് ജാട്ടുകളെയും മുസ്ലിങ്ങളെയും വളരെ കൃത്യമായി വേർതിരിച്ച് വിഭജിച്ച് രണ്ടാക്കി. പക്ഷേ ഈ കർഷക സമരമാണ് ജാട്ടുകളെയും അതുപോലെ മുസ്ലിങ്ങളെയും ഒരുമിപ്പിച്ചത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പോരാട്ട വീരത്തെ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടിയത് ന്യൂസ് ക്ലിക്കായി. അതാണ് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ തലവേദന, കണ്ണിലെ കരടായി മാറിയത്. ആ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം മുന്നോട്ട് നടത്തുമ്പോഴാണ് ഈ കണ്ട വള്ളിക്കെട്ടുമൊക്കെ ആയിട്ട് ഒരു സർക്കാർ ഇറങ്ങിത്തി. പക്ഷേ അവിടെയാണ് അദ്ദേഹം അതിന് തലകുനിക്കാതെ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ആ ഗുഡ് ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ പ്രബീർ എന്ന് നമ്മൾ അസാധ്യമായ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നിശ്ചയമായി വളരെ അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു മെയ് 10 അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളൊക്കെ നല്ല മാധ്യമ പ്രവർത്തനം കൈരളി തിഹാർ ജയിലിന് മുമ്പിൽ നിന്ന് നമ്മൾ തത്സമയം കൊടുത്തിരുന്നു. മറ്റാരൊക്കെ അത് ചെയ്തിരുന്നു, ആരൊക്കെ അത് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഏതൊരു മനുഷ്യനും മാധ്യമ പ്രവർത്തകന് അഭിമാനമാണ് പ്രബീർ പുർക്കായസ്ഥ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഒരു നാളാണ്, ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. അതിൽ ഓർക്കേണ്ട ഒരു പേരാണ്, ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് പ്രബീർ, മാധ്യമ പോരാട്ടത്തിൻ്റെ പ്രതീകം. അതുപോലെ ഒരാളുടെ കാര്യം കൂടി പറഞ്ഞു ഉറപ്പായിട്ട് ഗൗതം നവ്ലാഖ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈകിയെത്തിയ നീതിയാണ്. സുപ്രീം കോടതി പറഞ്ഞത് വിചാരണ കഴിയാൻ എത്രയോ കാലമെടുക്കും, അതുകൊണ്ട് ഈ മനുഷ്യന്, ഈ മനുഷ്യാവകാശ പ്രവർത്തകന് ജാമ്യം നൽകേണ്ടതാണ് എന്ന് ഭീമ കൊറേഗാവ് കേസിൽ കോടതി പറയുകയുണ്ട്. ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ ഭയങ്കര രസകരമായിരുന്നു. സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്താൻ രാജ്യത്ത് കുറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. അതായത് മാവോയിസ്റ്റുകളുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചു, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഈ വിചാരണ നീണ്ടുപോകുന്ന കാലത്ത് ഈ മനുഷ്യരൊന്നും ഇങ്ങനെ ഈ ഇരുട്ടറയിൽ തടവറയിൽ കിടക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് പ്രൊഫസർ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിലുള്ള പ്രൊഫസർ സായിബാബ, അദ്ദേഹത്തിന് ജാമ്യം. അതെ, ഈ പേരൊക്കെ നമ്മൾ ഈ കാലത്ത് ഓർത്തിരിക്കേണ്ടതാണ്. വളരെ വേദനയോടെ നമ്മൾ ഓർക്കേണ്ട പേരാണ് ഫാദർ സ്റ്റാൻ സ്വാമി. തടവറയിൽ മരണപ്പെട്ടുപോയ മനുഷ്യനാണ് എന്നുള്ളതാണ്. ആ നീതി ലഭിക്കാതെ പോയതാണ്. അവിടെയാണ് വൈകിയെത്തിയ നീതി പോലും വളരെ കൃത്യമായ ഒരു നീതിയുടെ പൊൻകിരണം യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ നീതിയുടെ, മനുഷ്യാവകാശത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഒരു കാലം എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലമുണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായവരുടെ കഥയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട്? നിശ്ചയമായും ഒരു വാക്കുകൊണ്ടും കൂട്ടിച്ചേർക്കാനില്ല. ഇത് ഈ രാജ്യത്തിൻ്റെ ഈ കാലത്തെ പോരാട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ആ മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തെ കാലത്തെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും.